അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തുടങ്ങിയതാണ്, പക്ഷെ പകുതിക്ക് വെച്ച് ഇട്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ഉള്ളതൊക്കെ ഞാൻ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ മുടിയൊക്കെ ഈ ചക്കിപ്രാന്തിനെ പോലെ ഇരിക്കണം കേട്ടോ. ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കുക എന്നത്. ഞാൻ ഇന്നലെ മുടിയൊന്നും പിന്നി കെട്ടില്ല കേട്ടോ. സാധാരണ തലേദിവസം കിടക്കുമ്പോഴത്തേക്കും മുടിയൊക്കെ രണ്ടാക്കി പിന്നി കെട്ടിയൊക്കെ ഞാൻ കിടക്കാറുള്ളൂ. കാരണം മുടി വളരുമെന്നൊക്കെ പറഞ്ഞ് പണ്ടേ അങ്ങനെ കേട്ടത് കൊണ്ടിട്ട് അങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ ചില നേരം മടി വരുമ്പോൾ മാത്രം അങ്ങനെ അഴിച്ച് തൂളിച്ചിട്ട് കിടക്കും. അപ്പോൾ ഞാൻ 5 മണിക്ക് കറക്റ്റ് എഴുന്നേറ്റ്. തലേ ദിവസം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും കൂടി നമുക്ക് നാളെ തുടങ്ങി നടക്കാൻ പോകണം, കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഞങ്ങളെ കുറച്ച് ദിവസം പോകും, പിന്നെ ഞങ്ങളുടെ ഇട്ട് കളയും. അപ്പോൾ നാളെ തുടങ്ങി പോകാമെന്ന് പറഞ്ഞ് സാധാരണ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ എഴുന്നേക്കൂല. ചേട്ടൻ വിളിക്കും, പക്ഷേ ഞാൻ എഴുന്നേക്കൂല കേട്ടോ. ഞാൻ കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എഴുന്നേറ്റിട്ട് ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടന് ഭയങ്കര മടി. ഞാൻ പിന്നെ പോയി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ നിർത്തിയിട്ട് വേഗം പോയി ആദ്യം എഴുന്നേറ്റ വടി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ട് പോയി പല്ലൊക്കെ തേച്ച് മേലൊക്കെ കഴുകി വന്ന് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എനിക്ക് രാത്രി കിടക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ നൈറ്റി പോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് കിടക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തോട്ട് വന്നു. അപ്പോൾ ചേട്ടനവിടെ കിടപ്പുണ്ട്. ഞാൻ പക്ഷെ കിടത്തൂല, കുത്തി ഞാൻ പൊക്കും ഇപ്പം തന്നെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി അങ്ങനെ സുഖിച്ചങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ആളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുറത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൽ വന്നപ്പോഴത്തേക്കും തലേദിവസം ഇപ്പോൾ വൈകുന്നേരം പാട് മഴയുണ്ടല്ലോ, തലേദിവസവും മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്താണ് നമ്മൾ ആ ചവിട്ടി തൂക്കണ ആ ഒരു കാർപ്പറ്റ് പോലത്തെ സംഭവം കണ്ട. കാർപ്പറ്റ് അല്ല കേട്ടോ, അത് ചേട്ടൻ പണിക്ക് പോണൊരിടത്തുനിന്ന് കിട്ടിയതാണേ. മുറിച്ച് അത് വലിയക്കാട്ടൊരു റോളാണ് കേട്ടോ. ഞാനത് മുറിച്ചവിടെ ഇട്ടതാണേ. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പൊടിയായിരിക്കും കേട്ടോ അതിലെപ്പോഴും. അതിൻ്റെ ആ തരിതരിപ്പൊടി വന്നതാണെന്ന് അറിയില്ലെങ്കിലും ഞാൻ പുറത്തുനിന്ന് നമ്മളിങ്ങനെ മണ്ണൊക്കെ ചവിട്ടി കയറണ്ടല്ലോ എന്ന് കരുതിയിട്ട് നീളത്തിൽ അത് രണ്ടാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് നനയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതെടുത്ത് സിറ്റ് ഔട്ടിലിട്ട്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് അത് പൊക്കിയപ്പോൾ നിറച്ചു മണ്ണ് താഴത്ത്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വെറുതെ അടിച്ചിട്ടൊക്കെയാണ് കേട്ടോ. വെറുതെ ഒന്ന് തൂത്ത് വാരിയെന്നേ ഉള്ളൂ, മേനയിട്ട് കിടക്കട്ടെ എന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞ് ഇതേ തുണി വിരിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഈ കാലാവസ്ഥ കുഴപ്പമില്ല അല്ലേ? കുറച്ചേരം കഴിയുമ്പോൾ എൻ്റെ കർത്താവ് ഇതിന്റെ മോളിൽ കയറാൻ പറ്റില്ല. ഡാൻസ് കളിക്കണം. കസേര കാമിയുടെ പണിയാണ് മറിച്ചിട്ട് കണ്ട. ഇവന്റെ പണി സർക്കസ് കാണിക്കണം. കറിക്കൊന്നുമില്ല കേട്ടോ, കറി മേടിക്കാൻ പോകണം. അതെ പള്ളി പോണല്ലോ, അപ്പൊ ഒറ്റടിക്ക് പോയിട്ട് വരാം. കാറ് മേടിക്കാൻ പോകണ്ടേ? കാറ് മേടിക്കണ്ട ഇപ്പൊ. അതെടുക്കാം. ഒറ്റ എല്ലാത്തിനും കൂടെ ഒരു വട്ടം ഇറങ്ങിയല്ലോ. എത്ര മണിക്കാ? 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞു. മുളക് തേയുണ്ടോ? എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇനി വേറെ പൊട്ടിക്കാത്തോട്ട് ആക്കണം. മണ്ണിൽ മേടിക്കണമെന്ന് മണ്ണില്ലല്ലോ. മുളക് തൈയില്ലേ, കാട് പോലെ മാറ്റിനത് ഇപ്പൊ പിടിക്കുവാന്നറിയില്ല. ഇനി മാറ്റിനാ എനിക്ക് പേടിയുണ്ട്. കൊള്ളാല്ലേ മഴ അത്രയും പിടിച്ചു. പക്ഷെ ഇനി പൊങ്ങൂലെന്ന് ടാങ്കിന്റെ അടിയിൽ വെച്ചൊക്കെ അല്ല, അത് പൊങ്ങാൻ പറ്റില്ലല്ലോ. ഇനി മാറ്റണം. അവിടെ മണ്ണ് മേടിച്ചിട്ട് മാറ്റട്ടെ. തണല് കൊള്ളാകുമ്പോഴാണ്. ഇവിടെ എടുക്കണം. ഞാൻ രാവിലെ വാതിൽ തുറന്നപ്പോഴേ രണ്ടിനും കൂടെ നിൽക്കാൻ കണ്ടും വിളിച്ച് മീൻകും ടിങ്കും ടിങ്കുമാണ്. അമ്മയുടെ അമ്മയുടെ അമ്മ മണിയല്ലേ മണി
ഇതല്ലേ മണി മണി പക്ഷെ എന്നോടും ചെയ്യാറില്ല എൻ്റെ അടുത്ത് വരാൻ മീൻ മേടിക്കട്ടുണ്ട് വരാം മണി അപ്പോൾ അതെ നമുക്കിന്ന് രാവിലത്തേക്ക് ഇഡലിയും ദോശയുമാണ് അല്ല ഇഡലിയും ദോശയല്ല ഇഡലിയും സാമ്പാറുമാണ് കേട്ടോ. എപ്പോഴും നമ്മളേ ദോശ ഉണ്ടാക്കണത്. പിന്നെ ഇച്ചിരി ഇഡലി ഉണ്ടാക്കാമെന്ന് കരുതി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാം, എന്നിട്ട് ഇഡലി ഉണ്ടാക്കാം. ഇഡലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേ ചോറ് ഇന്നലത്തെ ചോറാണ്, കുറച്ച് അധികം ഉണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, ഫ്രിഡ്ജിൽ വെക്കണത് കൊള്ളൂലെന്നൊക്കെ പറയണ കേൾക്കാം, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല. ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് ഇനി കഴുകി വാരിട്ട് തിളപ്പിച്ചു വിറ്റാം. അപ്പം അതിന് മുന്നേ ഇഡലി ഉണ്ടാക്കേണ്ടതെന്ന് പുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പിന്നെ ഇവിടെ പിള്ളേർക്ക് അങ്ങനെ പുളി അധികം ഇഷ്ടമല്ല. അപ്പം ആദ്യം തന്നെ ഇഡലി ഉണ്ടാക്കാം. കുഞ്ഞി ഇഡലി പാത്രത്തിലേ നമുക്ക് അതിലാകുമ്പോൾ എനിക്ക് കുഞ്ഞ് സാമ്പാർ ഇഡലിയുടെ ഉണ്ട്, ആമിക്ക് അത് ഇഷ്ടമാണ്. മാവിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്, നെയ്ത് അടവിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇനി ഒട്ടിപ്പിടിക്കും, പോരുമില്ല ഇങ്ങോട്ട്. നേരം വെളുത്ത് വന്നവളല്ല, കൊതുക് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. കൊതുക് മൂളി മൂളി നടക്കണ പാട്ടും പാടി. സാമ്പാർ ചിറ്റാണ് കേട്ടോ, അധികം ഉണ്ട് ഇത്. നമ്മ ഇന്നലെ പച്ചക്കറി കടയിൽ പോയപ്പോൾ അവിടെ സാമ്പാർ ഇട്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ചേട്ടൻ ഒരു രാത്രിയാ പോയിട്ട് സാമ്പാർ ഇട്ടൊക്കെ ഒപ്പിച്ചത് അല്ലേ. അധികം ഉണ്ടത്, ഇതിന് കുറച്ചെടുത്തിട്ട് അവിയൽ വയ്ക്കാൻ വേണ്ടി മാറ്റാം. കുറച്ച് മാത്രം മതിയല്ല സാമ്പാറിന്. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ പാവയ്ക്കയും നെല്ലിക്കയും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അച്ചാറൊക്കെ വെക്കണം. ഇപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ, ക്യാരറ്റ്, ചേന, പച്ചക്കറി കേട്ടോ അതിൻ്റെ അത് മത്തങ്ങ സാമ്പാറിലാണ് നല്ലത് ടേസ്റ്റ്. കുറുകി കിട്ടാൻ സാമ്പാർ കുറുകി കിട്ടാൻ മത്തങ്ങ നല്ലതാണ്. പക്ഷെ ഞാൻ മത്തങ്ങ ചേർക്കണില്ല, അവിയലിലെടുക്കാൻ വേണ്ടി പോകുന്നത്. വഴുതനങ്ങ കിടന്നോട്ടെ സാമ്പാറിൽ. വെണ്ടക്ക, തക്കാളി ഇതൊക്കെ മാറ്റാം. പരിപ്പേ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതോടെ ഒരു 2 വിസിലേക്ക് കേൾക്കട്ടെ. ഇതിൽ നമുക്ക് പച്ചക്കറി കട്ട് ചെയ്തെടുക്കും. നമ്മുടെ വീട്ടിലെപ്പോഴും എല്ലാവരും പുട്ടുറുമീസുകളാണല്ലോ. ഞങ്ങൾക്ക് പുട്ട് വേണം കേട്ടോ. ആഴ്ചയിൽ ഒരു 3-4 ദിവസം പുട്ട് വേണം. പുട്ടും എന്തെങ്കിലും കറിയോ പഴമോ എന്തെങ്കിലുമൊക്കെ മതി. പിന്നെ ആമിക്കുട്ടിക്ക് ചില നേരം കറി ഇഷ്ടമില്ലാത്തപ്പോഴത്തേക്കും എന്തെങ്കിൽ പഞ്ചസാര കൂട്ടി തിന്നും. പിന്നെ എനിക്ക് ഒരു വട്ട തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ കട്ടൻ ചായ ഒഴിച്ചിരിക്കും. കട്ടൻ ചായയും ഈ അരിപ്പുട്ടുമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കിയതാണ്. നമ്മളിവിടെ എപ്പോഴും ഇഡലിയും ദോശയൊന്നും അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. പണ്ട് തുടങ്ങിയേ അങ്ങനെ തന്നെയാണ്. ഒന്നെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ പിന്നെ അപ്പം. പുട്ടാണ് നമ്മുടെ മെയിൻ ദേശീയ ഭക്ഷണം. അപ്പോൾ അതെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മയും മക്കളും കൂടെ നല്ല ഉറക്കത്തില്ലേ. മീൻ്റെ മണം കേട്ടാൽ അപ്പോൾ തന്നെ തുടങ്ങും. ഞാൻ ഈ കുഞ്ഞ് സ്റ്റീലിൻ്റെ ഇഡലി ചെമ്പ് ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് അധികം നാളെന്നല്ല, ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. ഇടയ്ക്കൊക്കെ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. സാമ്പാറേ ഞാൻ കുക്കറിൽ നിന്ന് മറ്റേ നമ്മുടെ മൺചട്ടിക്കകത്തോട്ടാക്കി. ഈ വെണ്ടക്കയും കൂടെ വഴറ്റി ചേർത്ത് കടുകും പുറത്തിട്ട് നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ ഇഡലി തണുത്ത് കഴിഞ്ഞിട്ട് അടർത്തിയെടുത്താലാണ് അത് പോരുള്ളൂ. അപ്പം ഇതിൽ നമ്മുടെ കുഞ്ഞി സാമ്പാർ ഇഡലി ആമിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഷോർട്സിൽ സാമ്പാറൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കുറേ പേര് റെസിപ്പിയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇല്ലേ, ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ എനിക്കൊന്നുമില്ല, നിങ്ങൾ ആ കളറൊക്കെ കണ്ടിട്ടായിരിക്കാം ചോദിക്കണത്. സാധാരണ ഉണ്ടാക്കണത് പോലെ തന്നെ എനിക്ക് പിന്നെ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. വലിയ കാലത്തൊക്കെ ഉണ്ടാക്കി.
അപ്പോൾ അതെ കടുകൊക്കെ വറുത്തിട്ടു, മല്ലിയില ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചല്ല, ഒരു 5-6 ദോശ. ആലുവിന് ഇഡലി വേണ്ട, ദോശ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ അതേ ഒരു 5-6 ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നെയ്യ് ഉണ്ടായിരുന്നില്ല, നെയ്യില്ലാത്ത ദോശയാണ് കേട്ടോ. പിന്നെ അതേ കുറച്ച് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പെങ്ങളല്ല കേട്ടോ, അയ്യോ അനിയത്തിമാരുടെ 2 കുഞ്ഞുങ്ങളുണ്ട് അവിടെ, കുർണാപ്പികൾ. അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തു വിട്ടതാണ് കേട്ടോ അത്. പിന്നെന്താണ് ഇതേ, അങ്ങനെ ഞങ്ങൾ നേരെ രാവിലത്തെ ചായ കുടിക്കണം കേട്ടോ. അപ്പം ഞാനും വേഗം കഴിച്ചു കേട്ടോ. അപ്പുറത്ത് ഞാൻ ഇരിപ്പുണ്ട്, ഞാൻ ചേട്ടനെ വീഡിയോ എടുക്കണ്ടിട്ടാണ് എന്നെ കാണാത്തത്. ചേട്ടനും കൊടുത്തു. പിന്നെ ഞാൻ ആ ചട്ടിയാട് കൂടി കടക്കൊണ്ടെന്ന് വെച്ചേക്കണത്, ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണ്ടല്ലോ, ഇനിയിപ്പോൾ ആ പാത്രം കൂടെ കഴുകാൻ നടക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആ ചട്ടി ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചേക്കണത് കേട്ടോ. പുതിയ കുർത്തിയാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ, ലിങ്കൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം, അത് മറക്കില്ല. പിന്നില്ലേ ഞങ്ങളെ കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ കൊടുത്തതാണ്. എന്നിട്ട് മേടിക്കാൻ ചെന്നപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഇന്ന് വരാൻ പറഞ്ഞില്ലേ, അണ്ടർ കോട്ടിങ് ഒന്നും അടിക്കാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എല്ലാം പറഞ്ഞു 10 മണിക്ക്. അപ്പം 10 മണി പറഞ്ഞതാണ്, 10 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ പോകണേണ് അങ്ങോട്ടേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് മീൻ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ 2 വീലറിൽ പോകും, ചേട്ടൻ വണ്ടി ഓടിച്ചിട്ട് വന്നോല്ല. അപ്പം അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകണം. അപ്പം നമുക്ക് മീനും മേടിച്ച് വീട്ടിലോട്ട് പോരാം. അപ്പം ഇന്ന് പോയിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ പാടില്ല. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനപ്പോൾ ഇങ്ങോട്ട് പോരാനാണ് പെട്ടെന്ന്. എവിടെ നിൽക്കണം ഞാൻ? പാർക്കിംഗ് ഇവിടെ പെട്ടെന്ന് വരുവാ. ദൈവമേ, നോക്കിയ പട്ടാളം പോലെ ആളാണ്. കുഞ്ഞായിലാണെങ്കിൽ മേടിക്കണ്ട കേട്ടാന്ന് കഴിയല. 1-2 കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിവിടെ നിന്ന് പോയതാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം നോക്കുന്നത്, ഈ പള്ളിയിൽ പോയില്ല. പിള്ളേരെ സൺഡേ ക്ലാസ്സിലോട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടേ ഫോം മേടിക്കണമായിരുന്നു, അത് കാര്യം വിട്ടുപോയി. പിന്നെ കാർ എടുത്ത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് ഞങ്ങൾ 2 വീലർ എടുത്ത് മീൻ മേടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ പുതിയ പാലത്തിൻ്റെ അവിടെ മീൻ മേടിക്കുന്നത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ തിരിച്ച വഴി കൊണ്ടുവന്ന് ഇട്ട് വിൽക്കണതാണ്. എപ്പോഴും എല്ലാവരും ചോദിക്കാറില്ല എവിടെ നിന്നാണ് ഈ മീനൊക്കെ വാങ്ങണമെന്ന്. പിന്നെ ഭയങ്കര വലിയ വലിയ മീനുകളൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കേടാവില്ല. ഇന്നലെ ചെയ്തില്ല, ആദ്യത്തെ അറിവ് എല്ലാവർക്കും അറിയാമെങ്കിലും പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും പറ്റിയ ഒരു ഉണ്ടമുളകില്ലേ, അത് മേടിക്കും. അത് ഭയങ്കര ഒടുക്കത്തെ മീൻ കറിയൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ അങ്ങനെ നമ്മളപ്പോൾ മോളിൽ നട്ടേക്കണത് ഉണ്ടമുളകിൻ്റെ അല്ലേ, പച്ചക്കറി കടയിൽ നിന്ന് അവിടുത്തെ ചേട്ടൻ തന്നതാണ്, കൊണ്ടുവന്ന് മുളപ്പിച്ചോളാം. ചേട്ടനല്ല, ഇക്ക. ഇക്ക തന്നതാണ്. അത് നന്നായിട്ട് പിടിക്കുകയും ചെയ്തു. നെല്ലിക്കേ ഉപ്പിലിടണ അച്ചാറിടണ എന്നുള്ള ആലോചനയിലാണ്. അപ്പം ഞാൻ ആലോചിക്കാം അച്ചാറിടാം. പാവയ്ക്ക മേടിച്ചിട്ടുണ്ട്, എന്തോ അച്ചാറിട്ട് വയ്ക്കാം. അച്ചാറിട്ടിപ്പോൾ കുറച്ച് നാളായി. ഇത് അച്ചാറിട്ടിട്ട് താമസമുള്ളൂ കേട്ടോ, നിമിഷ നേരം കൊണ്ട് തീരും. വിളിക്കുന്നു, ട്യൂഷന് പോയിട്ട് വന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാണ്ട് പോയത് കൊണ്ടിട്ട് ആ രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ വേഗം എടുത്തിട്ട്, കാരണം മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകാനുള്ളതല്ലേ, കറികളൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് എല്ലാ പണികളും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കുളിച്ചിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. മീൻ വെട്ടിത്തേച്ച് കഴുകാം കേട്ടോ. കണമ്പുണ്ട്, കരിമീനും ഉണ്ട്. എന്തെടുക്കണമെന്നിപ്പോൾ? കണമ്പെടുത്താൽ മതി. കരിമീന പൊള്ളിക്കാൻ പോകുമോ? അപ്പം ഇപ്പോൾ വെട്ടണോ കരിമീൻ? വെച്ചോട്ടെ, ടേസ്റ്റ് പോകാൻ പറ്റി വെച്ചാൽ സമയം പോവാടെയൊക്കെ പോയിട്ട് തന്നെ വൈകിയില്ല. അതുപോലെ എനിക്ക് ചെറുതായിട്ടൊരു കൈവേദന, കിടപ്പ് ശരിയാവില്ല, ഒരു വേദന, ഷോൾഡറും ഇവിടെയൊക്കെ നല്ല വേദന. ഇത് തേച്ച് വരുമ്പോഴേ നാളെ നമുക്ക് പൊള്ളിക്കാട്ടോ. അതേ വലിയ കരിമീൻ നമുക്ക് നമ്മുടെ ഒരു പരിചയക്കാരൻ ചേട്ടനാണ്, അപ്പൊ നല്ല ആദായത്തിൽ തന്നിട്ടുണ്ട്. നഷ്ടമില്ലല്ലേ? അവർക്കായിരിക്കും നഷ്ടം. ഒരു കുഞ്ഞും 3 വലുതും 2 ചെറുതും. വെച്ചോട്ടെ, പാത്രത്തിലാക്കി വെക്കും.
ഞാൻ എന്നൊക്കെ മീൻ മേടിക്കണം അന്നൊക്കെ അപ്പം മീനുമായിട്ടായിരിക്കും കേട്ടോ മിക്കപ്പോഴും വന്നത്. അഥവാ പിന്നെ കടലിലത്തെ കാര്യമില്ല, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിന്ന് അവിടെ പോയി നമ്മുടെ തോമ്പടി പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നത്. മീനാകുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ, 2 നേരത്തേക്ക് കറിയാവും കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി വേറെ കറി ഞാൻ ഒപ്പിക്കാൻ നടക്കണം. മുട്ടയുണ്ട് കേട്ടോ, മുട്ടക്കണമ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അന്ന് മേടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അന്ന് നല്ല മുട്ടയുള്ള കാണാൻ അവിടെ. പിന്നെ തോടിയും മുള്ളൻ, കുട്ടൻ, അങ്ങനത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു. അയില ഉണ്ടായി മേടിക്കാനായിട്ടാണ് കേട്ടോ, എപ്പോഴും അയില, ചെറിയ അയിലേ, അതുകൊണ്ടിട്ടേ മേടിച്ചില്ല. ഇന്നിപ്പോൾ നമ്മൾ മീൻ മേടിച്ചില്ലേ, ചിലപ്പോൾ അപ്പം ഇന്ന് മീൻ കൊണ്ടുവരും കേട്ടോ. നമ്മൾ മീൻ മേടിക്കാതിരിക്കുമ്പോൾ ഇല്ലേ ഒന്നും ഉണ്ടാവില്ല. എന്താണ് മിക്കി? അവനെ ഇവിടെ മീൻ വെട്ടി മണം കേൾക്കുമ്പോൾ തന്നെ പൂച്ച ഇങ്ങോട്ട് വരും. അത് കണ്ടിട്ട് അവനവിടെ കിടന്ന് ഒച്ചെടുക്കണ കാണുന്നത്. പൂച്ചനെ ഇങ്ങോട്ട് അടുപ്പിക്കല, ഇവനെ കെട്ടിയിട്ടിട്ടാണ് ഞങ്ങൾ ആ പൂച്ചക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണത്. അത് ഇങ്ങോട്ട് വരികയില്ല, അവിടെ ഒരു പാത്രം വെച്ചിട്ടാണ് കൊടുക്കണത്, പേടിച്ചിട്ട്, ഇവനെ പേടിച്ചിട്ട്. മിക്കോയ് മിക്കൂസ് അങ്ങനെ കണമ്പിനൊക്കെ വെട്ടി തേച്ച് കഴുകിയെടുത്ത് വേഗം തന്നെ കറിയാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ അതേ തേങ്ങയരപ്പ് പച്ചമണം മാറാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇന്നൊരു വെറൈറ്റി കറി വെക്കാമെന്ന് കരുതി ഞാനൊരു വീഡിയോ കണ്ടതാണ്. പക്ഷേ അത് വേറെ ഇത് വേറെ. ഇത് ഞാൻ എൻ്റെ രീതിയിലോട്ട് ആക്കിയെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാവേ, ഇന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതേ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തോട്ട്. മീൻ കറി അടപ്പത്തുനിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മുരിങ്ങാക്കോലും ചെമ്മീനും കൂടി താളിച്ചെടുക്കും. അപ്പോൾ അതിനുള്ള ഉള്ളിയാണ് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ മുരിങ്ങാക്കോലും ചെമ്മീൻ ചതച്ച മുളകിട്ടാണ് താളിച്ചെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചതച്ച മുളകിട്ട് മഞ്ഞപ്പൊടി ഇത്തിരി ചതച്ച മുളകും കൂടി ഇട്ട് മൂപ്പിച്ച് മുരിങ്ങാക്കോലും ചെമ്മീനും ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങാക്കോലും ചെമ്മീനും റെഡി. നമുക്കിവിടെ കൊച്ചിക്കാർക്ക് ചെമ്മീത്തിൽ പച്ചക്കറി ഇടണം എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലേ ചിലവർക്ക് അത്ഭുതമായിട്ട് തോന്നും. നമുക്കിവിടെ ചെമ്മീനില്ലാത്ത പരിപാടിയില്ല കേട്ടോ പച്ചക്കറിയിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അപ്പം മീൻ കൊണ്ടുവരുമെന്ന്. അതേപോലെ തന്നെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് കറിയും ചോറൊക്കെ വെന്തല്ല, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ ഓർത്തപ്പോൾ ദേ അപ്പം വന്ന് അപ്പൻ ഇപ്പോഴായിട്ടേ ഉച്ചപാടെ എത്തും കേട്ടോ. ഉച്ചക്കേ എത്താറുണ്ട്. അപ്പോൾ ദേ കൊണ്ടുവന്നിക്കണ മീനാണ് കൂരിയും ചാളയും. ഞാൻ അവിടെ തോമ്പടിയിൽ മീൻ മേടിക്കാൻ പോയപ്പോൾ കൂരിനെ കണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞു വെച്ച് നടന്നതാണ് കേട്ടോ. കൂരി തേച്ച് കഴുകാൻ വയ്യാത്ത കൊണ്ടിട്ട്. അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടെ ഉച്ചയൂണ് കഴിക്കാൻ പോകണം. അപ്പോൾ അതേ അപ്പൻ ഡൈയൊക്കെ തേച്ചിരിക്കുന്നതാണ്, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി വെക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അവിടെ ഇഡ്ഡലി വെച്ചായിരുന്നു. അതെ മതി മതി. ആ ഇഡ്ഡലി കഴിച്ചോളൂ, ദോശം കഴിച്ചതും. ആലുന മുരിങ്ങാക്കോയ ചെമ്മീൻ ഇട്ടതല്ലേ മോളെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഊണ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയണില്ല, ഫുള്ളില്ല കേട്ടോ, കാര്യങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് പതിവില്ലാതെ ഒരാൾ തനിയെ വാരിക്കഴിച്ചോളാം എന്ന് പറഞ്ഞ് താഴത്തെ പോയി ചോറൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. സാധാരണ എന്നെക്കൊണ്ട് ആദ്യം വാരിപ്പിക്കും, എന്നിട്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ചോറ് കഴിക്കണത്. ഇന്ന് എന്താണെന്നറിയില്ല, നല്ല കുട്ടിയായിട്ട് താഴെ ഇരുന്നിട്ട് കളയാതെ ചോറൊക്കെ വാരി കഴിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.